അല്ല എന്തെല്ലാം നമുക്കൊരു അടിപൊളി ഹോം ഡെക്കർ ഉണ്ടാക്കിയാലും അതെ ഒരു കുഷൻ ഉണ്ടാക്കാം, അതും ഒരു ഷർട്ട് വെച്ചിട്ട്. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി, ഒരുവിധം ആവറേജ് കുഷൻസ് ഒക്കെ വരുന്നുണ്ട്. ക്യൂട്ടായിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ 1000+ 1200 ഉള്ളിലൊക്കെയാണ്, അതും ഒരു സിംഗിൾ കുഷൻ. ഐ കാൻ അഫോർഡ് ദാറ്റ് നൗ. അപ്പോൾ ഐ തോട്ട് എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി കഷ്ടപ്പെടുന്നത്, നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എടുക്കൂ ഒരു പഴയ ഷർട്ട്. അതെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വേണം ഷർട്ടൊക്കെ എടുക്കാൻ. ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയോണ്ട് മാത്രമാണ്, ഇതിലെ റൈറ്റിങ്സും കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ട് തന്നെ പിക്ക് ചെയ്യാൻ കാരണം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു ഷർട്ടോ ഒരു പീസ് ഓഫ് ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കുക, എന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് പേപ്പറിൽ വരച്ചിട്ട് അത് ഷർട്ടിൽ ട്രേസ് ചെയ്തിട്ട്, ഷർട്ടിൽ വരയ്ക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ക്രയോൺസ് ആണ്, അത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് എന്താ സോ ചെയ്ത് കൊടുക്കുന്നു, ഒരു ഹോൾ ഉണ്ടാക്കുന്നു, അതിൽ കൂടെ കോട്ടൺസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അത്രയ്ക്കുള്ളൂ. തയ്യൽ മെഷീൻസ് ഉള്ളവർ അത് യൂസ് ചെയ്യാം. എന്റെ വീട്ടിൽ അതുണ്ട്, പക്ഷെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഹാൻഡ്സോ ചെയ്യുന്നത്. മൊത്തത്തിൽ ഹാൻഡ്സോ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷം തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ കരുതിയിട്ടുള്ള ഗോൾസിൽ ഒന്നാണ് സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ളത്. എന്താണെന്നറിയില്ല, ഞാൻ ചവിട്ടുന്നതിനനുസരിച്ചിട്ടല്ല അത് പോകുന്നതിനനുസരിച്ചിട്ടല്ല ഞാൻ ചവിട്ടുന്നത്. പക്ഷെ ഞാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുഷ് യുവർ സെൽഫ്. വേറെ ആരും വരൂല, നമ്മൾ തന്നെ പുഷ് ചെയ്ത് അത് പഠിച്ചെടുക്കാം. നമ്മൾ വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ നമ്മൾ വിചാരിക്കണം, അതിലാണ് കാര്യം. വേണമെങ്കിൽ ഇതും നിങ്ങളുടെ ലവ്ഡ് വൺസിനൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഐ തിങ്ക് ലോങ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്കായിരിക്കും. അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഷർട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളത് എപ്പോഴും എടുത്തു വെക്കുമല്ലോ. അതായത് ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റും ആയി, സ്പെഷ്യലും ആയി, ഒരു ഹോം ഡെക്കറും ആയി. ക്യൂട്ടല്ലേ? എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് ചെയ്തു വരുന്നതൊക്കെ റെഡും ഹാർട്ട് ഷേപ്പ്ഡാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വിന്റേജ് റെഡ് ഹാർട്ട് കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്യൂട്ട് റെഡ് ഹാർട്ട് കുഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.